ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് രാവിലത്തെ ഒരു 6-6:30 മണിയായപ്പോഴുള്ള വ്യൂ ആണ്. നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ മഴയെന്ന് പറയേണ്ട കാര്യമില്ല, ഇപ്പോൾ മഴക്കാലമാണ്. ഏത് നേരം നോക്കിയാലും മഴ തന്നെയാണ്. ചെറിയൊരു ബ്രേക്ക് വരും, പിന്നെയും മഴ വരും, അത് തന്നെയാണ് അവസ്ഥ. പക്ഷേ നമുക്ക് മലയാളികൾക്ക് വളരെ നൊസ്റ്റാൾജിയ തരുന്നൊരു കാര്യമാണല്ലോ മഴ. എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് മഴയുടെ ഏത് ഷോട്ട്സ് ആണെങ്കിലും ഞാൻ എടുക്കും. എവിടെ വേണമെങ്കിലും എനിക്ക് ക്യാമറ ഫോൺ ഉണ്ടെങ്കിൽ അപ്പോൾ എടുക്കാൻ വലിയ ഇഷ്ടം കേട്ടോ. എന്നുവെച്ചാൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം ഞാൻ പൊൻകതിർന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പൊൻകതിറിൻ്റെ തന്നെ പുട്ടുപൊടി അപ്പപ്പൊടിയൊക്കെ ഞാനത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും. അത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇടിയപ്പം മുട്ടക്കറി ആയിരുന്നു കേട്ടോ. മുട്ടക്കറിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ കാണിക്കണല്ലേ. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക പുളി എന്ന് പറഞ്ഞിട്ടൊരു കറിയാണ്. വെണ്ടയ്ക്ക പുളി കുഴമ്പെന്നാട്ടോ പറയുക. ഇത് ആക്ച്വലി നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുക കേട്ടോ. വെളിച്ചെണ്ണയിലോ അതർ വെജിറ്റബിൾ ഓയിലോ ഒന്നും ഉണ്ടാക്കരുത്. അതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നല്ലെണ്ണയിൽ കുറച്ച് ഉലുവ ഇടണം. ഞാൻ ഉലുവ ആദ്യം ഇട്ടില്ലേ. കുറച്ച് ചെറിയ ഉള്ളിയും വെണ്ടയ്ക്കയും കൂടി നന്നായിട്ട് വഴറ്റി വയ്ക്കുക. പിന്നെ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് ഉലുവ ഇട്ടിട്ട് ചെറിയ ഉള്ളി തേങ്ങ എല്ലാം കൂടി വഴറ്റിയിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ കൂടി ഇടുക. ചെറിയൊരു തീയലിൻ്റെ മാതിരിയാണ്, പക്ഷേ തീയലിൻ്റെ ടേസ്റ്റ് എക്സാക്ട്ലി അല്ല കേട്ടോ. എന്നിട്ട് ആ വെജിറ്റബിൾസിലേക്ക് പുളി ഒഴിക്കുക. ഈ അരച്ച ഇത് കൊടുത്തിട്ട് അത് പിന്നെയും നല്ലെണ്ണയിൽ തന്നെ കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക കേട്ടോ. കടുക് പിന്നെയും കുറച്ചുകൂടി ഉലുവ ഇടുക. ഇട്ടിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. പക്ഷേ തീയലിൻ്റെ മാതിരിയല്ല, അതിലും ടേസ്റ്റാണ്. നല്ലെണ്ണയിലാണല്ലോ കുക്കിങ്. പിന്നെ എൻ്റെ പെറ്റ് ഡോഗാണ് കേട്ടോ. സിറി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് ചെറുതായിട്ട് ഒരു എന്താ പറയുക, ചെറിയൊരു സ്റ്റൊമക്ക് അപ്സെറ്റും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകുന്ന പെറ്റ് ഹോസ്പിറ്റൽ ഫെലിക്കെന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. അത് അവിടെയാണ് അതിൻ്റെ സ്പേയിങ്ങിൻ്റെ സർജറിയൊക്കെ ചെയ്തത്. പൊതുവേ അതിനെ വാക്സിനേഷനൊക്കെ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലാണ്. അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ഭയങ്കര നല്ലതാണ്. അതുപോലെ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവർ പറഞ്ഞു തരും. അതുപോലെ വളരെ അവിടുത്തെ എന്താ പറയണ ജോലി എടുക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അവളുടെ സ്കാനൊക്കെ ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ഈ തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡോഗ്സിന് മനുഷ്യരെ പോലെ തന്നെയല്ലേ. അപ്പോൾ അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. ജസ്റ്റ് ചെറിയൊരു വയർ അപ്സെറ്റ് ആയതുകൊണ്ട് ചെറിയ ലൈറ്റായിട്ട് എന്തൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്കും എല്ലാ കാര്യങ്ങളും തന്നു. പിന്നെ അവിടെ പെറ്റ് ഫുഡും എല്ലാം ഉണ്ട്. ഇപ്പോൾ തന്നെ ഈ പെറ്റ് ഷോപ്പുകളൊക്കെ ധാരാളം ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ തന്നെ 4-5 ഉണ്ട്. ഇതിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം ഉള്ളത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അവളുടെ എമർജൻസി കേസ് വാക്സിനേഷൻ്റെ ടൈമിലൊക്കെ മാത്രമേ ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവളുടെ ബാക്കിയുള്ള മരുന്നുകൾ, കാൽഷ്യം ടാബ്ലറ്റ്സ്, അതുപോലെ എല്ലാ കാര്യങ്ങളും വാങ്ങിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 4-5 ഉണ്ട്. അങ്ങനെ ഗ്രൂമിങ് ഒക്കെ ചെയ്യുന്നത് ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയായിട്ട്, ഞാനൊരു 4 മണിക്ക് പോയതാണ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ റിപ്പോർട്ട് കിട്ടണമായിരുന്നു. കുറേ കാര്യം ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ ബൈ.